ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം, ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അത് ആഘോഷിക്കുന്നവരുണ്ട്, ആഘോഷിക്കാത്തവരുണ്ട്, നവർ മൈൻഡ് ആക്കി കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ആഘോഷത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് സ്റ്റാറ്റസുകളിലും ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും, സ്നേഹം എന്താണ്, സ്നേഹം എങ്ങനെ കൊടുക്കണം, അതുപോലെ പാർട്ട്ണറുടെ ഫേസ് കാണിക്കാത്തവരൊക്കെ ഇന്ന് പാർട്ട്ണറുടെ ഫേസ് കാണിക്കുന്നു. അതുപോലെ ലവ് ചെയ്യുന്നത് അറിയിക്കാത്ത ആളുകളൊക്കെ ഇന്ന് ലവ് അറിയിക്കുന്നു. അതുപോലെ പ്രപ്പോസ് ചെയ്യുന്നു. ഇന്ന് ടോട്ടലി ഒരു ലവ് ലവ് എന്നുള്ള ഒരു സ്റ്റാറ്റസിലൂടെ ആയിരിക്കാം, സ്റ്റോറിയിലൂടെ ആയിരിക്കാം, പോസ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ ഇന്ന് എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചില ആളുകൾ പറയും, എന്താ ഇപ്പൊ ഇതൊക്കെ ആഘോഷിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ആഘോഷിക്കേണ്ടതാണോ, ഇതൊന്നും ആഘോഷിക്കണ അത്ര നല്ലതല്ല എന്നൊക്കെ. പക്ഷെ എന്റെ ഒരു കേസിൽ ഞാൻ പറയട്ടെ, ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്നേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ഇതിൽ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ പാർട്ട്ണറെ കിട്ടിയ ഉടനെ, അല്ലെങ്കിൽ ലവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും, അവർ മെസ്സേജ് അയക്കുന്നത് പോലും ഭയങ്കര ഫീലിങ്ങോട് കൂടിയിരിക്കും നമ്മൾ അതിനൊക്കെ നോക്കി കാണുന്നത്. പക്ഷെ ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ന് തന്നെ ഒരുപാട് പേര് നമ്മളെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വിള്ളലുകള്. അതുപോലെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നം കാരണം അത് മക്കളിലേക്ക് ഉണ്ടാക്കുന്ന ആഘാതങ്ങള്, അങ്ങനെ ഒരുപാട് ടോട്ടലി ഒരു പിന്നെ അതുപോലെ ബ്രേക്കപ്പുകൾ വർദ്ധിക്കുന്നു. അതുപോലെ ആ, കല്യാണം കഴിക്കണം എന്നുള്ള കുട്ടികളുടെ ആശയൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുണ്ട് ഓരോരുത്തരും പറയുന്ന കാര്യമാണ്. പക്ഷെ റിയാലിറ്റി അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവാം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചാൽ, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ട്, ഇപ്പൊ എന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്റെ പാരന്റ്സ്, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരാണെങ്കിലും അവർ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അവരുടെ അനുഭവങ്ങളിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ റിലേഷൻഷിപ്പും പോകുന്നത്. ഇപ്പം എന്നും വഴക്ക് കൂടുന്ന ഒരു ഫാമിലി, പാരന്റ്സ് തമ്മിൽ എന്നും വഴക്കാണ്. പക്ഷെ ആ വീട്ടിൽ വളർന്ന കുട്ടികളിൽ പോലും റിലേഷൻഷിപ്പിന് അത്ര വാല്യൂ ഇല്ല, അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ എന്താ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത്ര വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് വാല്യൂ കൊടുക്കാത്ത കുട്ടികളായിട്ട് മാറും. കാരണം അവർ കണ്ടു വളർന്നിട്ടുള്ളത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എപ്പോഴും വഴക്ക് കൂടുന്ന ഒരു ഫാമിലിയിൽ വളർന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീന്റെ ക്യാരക്ടറിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്നേഹം എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേ വന്നു കഴിഞ്ഞതുകൊണ്ട് അന്ന് സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, അന്ന് ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ ആളുകളും ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. ഇത് ആഘോഷിക്കുന്നവരുണ്ടാവാം, ആഘോഷിക്കാത്തവരുണ്ടാവാം. ചില ആളുകൾക്ക് എന്നും വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നവരും ഉണ്ടാവാം. നല്ല കാര്യമാണ് നമ്മള് റിലേഷൻഷിപ്പിനൊന്ന് പുതുമ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. ഇതിലിപ്പോ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്താ, കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ലവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്നേഹവും ഭയങ്കര അറ്റാച്ച്മെന്റും ഭയങ്കര കണക്ഷനൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഒരു കുട്ടിയായി, രണ്ട് കുട്ടിയായി, പല ആളുകളും കേൾക്കുന്ന കാര്യമാണ് കേട്ടോ അത്. അതായത് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം റിലേഷൻഷിപ്പിന് അത്ര പ്രാധാന്യമില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആ ഒരു എന്താ കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്, രണ്ടുപേർക്കും രണ്ട് വഴിയിലായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാലന്റൈൻസ് ഡേ ഒരു പുതുമ കൂടിയാണ്. ഇത് ചെറിയ മക്കൾക്കുള്ളതോ, അല്ലെങ്കിൽ എന്താ ലവ് ചെയ്യുന്നവർക്കുള്ളത് മാത്രമല്ല. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രണയ ജോഡികൾക്കും ആ ദിവസം ഒന്ന് ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും മക്കൾ മാത്രം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മാത്രം, അല്ലെങ്കിൽ ലവ് ചെയ്യുന്നവർ മാത്രം സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ല വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അത് ഞാൻ ആഘോഷമാക്കി മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്നും നമ്മളുടെ വാലന്റൈൻസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കണം. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ നമ്മളെ പാർട്ട്ണർക്ക് കൊടുക്കണം. നമ്മളെ വാല്യൂ, നമ്മളെ റെസ്പെക്ട് എത്രത്തോളം നമ്മളെ പാർട്ട്ണർക്ക് കൊടുക്കുന്നോ അത്രത്തോളം നമ്മളെ ആ റിലേഷൻഷിപ്പ് അടിപൊളിയാവും. ഇപ്പൊ ഈഗോ, അതായത് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കണം എന്ന് ഉദ്ദേശിക്കാനുള്ള പ്രശ്നങ്ങൾ ഏതൊരു ഫാമിലിയിലും ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, പിന്നെ ഒരു റിലേഷൻഷിപ്പിന്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെ ഫീലിങ്സ്. കാരണം രണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺസ് കണക്ട് ആവുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോ ഹസ്ബൻഡ് ആയിക്കോട്ടെ വളർന്നു വന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വൈഫ് ആയിക്കോട്ടെ വളർന്നു വന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിപ്പോ പാർട്ട്നേഴ്സ് തമ്മിലായിക്കോട്ടെ, ലവ് ചെയ്യുന്ന ആളുകൾ തമ്മിലായിക്കോട്ടെ, രണ്ടാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന ചെറിയ മക്കൾ പോലും ഈ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് വന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഒരു ഏജ് അവർക്ക് പോലും അവര് മെച്യൂരിറ്റി ആയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർ റിലേഷൻഷിപ്പിൽ പോയിട്ട് അതിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട്. എന്നിട്ട് അത് കാരണം ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ആളുകൾ നമ്മളെ പല രീതിയിൽ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള ആളുകൾക്കൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ലൈഫില് എന്താ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ നമ്മളെ ലൈഫിന്റെ വലിയൊരു പാർട്ട് തന്നെയാണ്. പക്ഷെ അത് വിചാരിച്ച് ഇവിടെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം വാലന്റൈൻ എന്നുള്ളത് നമ്മളായിരിക്കണം നമ്മളുടെ ഫസ്റ്റ് വാലന്റൈൻ എന്നുള്ളത്. നമ്മൾക്ക് സ്നേഹം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ സമയം പാർട്ട്ണറെ ചിന്തിക്കും, നമ്മളെ റിലേഷൻഷിപ്പിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ഷെയർ ചെയ്യും, അങ്ങനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പാർട്ട്ണറെയും അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ സെൽഫ് ലവ് ഇല്ലാത്ത, സെൽഫ് വർത്ത് ഇല്ലാത്ത, സെൽഫ് വാല്യൂ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആർക്കും പരിഗണന കൊടുക്കൂല, അവർക്ക് ആരും തിരിച്ചും പരിഗണന കൊടുക്കൂല എന്നുള്ളതാണ്. അപ്പോ ശരിക്കും ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വാലന്റൈൻ ഡേ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കും. നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമ്മൾ അത് വിലയിരുത്തും. അവരത് എങ്ങനെയാണ്, ഇവരത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസം ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അപ്പോ പല ആളുകളും ഷെയർ ചെയ്യുന്നത് പോലെ നമ്മളുടെ ലൈഫില് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് നമ്മൾക്ക് കൊടുക്കണം. വാല്യൂ ആയിക്കോട്ടെ, റെസ്പെക്ട് ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, ഇത് നമ്മൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പും നമുക്ക് അടിപൊളിയാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മളിൽ സ്നേഹം നിറക്കുമ്പോഴാണ് നമ്മൾ ചുറ്റുള്ള ആളുകൾക്കും സ്നേഹവും പരിഗണനയും കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോ പല ആളുകൾക്കും ഇന്നത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ലൈഫില് ചില ആളുകള് പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പിൽ ഒരിക്കലും അറ്റാച്ച്മെന്റ് അല്ല വേണ്ടത്, അവിടെ കണക്ഷനാണ് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലെ ഒരു 50% പ്രോബ്ലംസ് അവിടെ സോൾവ് ആവും. കാരണം നമ്മൾ നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ട്സുകളും നമുക്ക് ഉണ്ടാവുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഇമോഷണലി അവിടെ എനിക്കത് ഇഷ്ടമായില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഇതൊന്നുകൂടി അടിപൊളിയായിട്ടുണ്ട്, ഇങ്ങനെ രണ്ടുപേരും പരസ്പരം അംഗീകരിച്ച് എല്ലാ കാര്യവും ഇപ്പോ രണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺ കണക്ട് ചെയ്യുമ്പോൾ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പല രീതിയിലായിരിക്കും ഒരു ഫാമിലി കൊണ്ട് അതായത് ഒരു ഫാമിലി ഇപ്പൊ മലപ്പുറത്ത് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുന്ന സിസ്റ്റാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റൊരു വീട്ടിൽ വളർന്ന് അവിടുത്തെ സാഹചര്യം, അവിടുത്തെ അനുഭവങ്ങളും കിട്ടിയിട്ടുള്ള, അതായത് ടോട്ടലി എല്ലാ കൾച്ചറും മാറി വരുന്ന സാഹചര്യം മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ശീലങ്ങളോ നമ്മളെ സാഹചര്യങ്ങളോ നമ്മൾ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ റിലേഷൻഷിപ്പ് രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ആ. അപ്പോൾ രണ്ട് സ്വഭാവ വ്യത്യാസങ്ങളുള്ള ആളുകളായിരിക്കും പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പോ അതിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഈഗോ ഇല്ലാതെ രണ്ടുപേരെയും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പാർട്ട്ണറായിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പിന്റെ കേസിൽ പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം അംഗീകരിക്കണം. ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. അക്സെപ്റ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ചുറ്റുള്ള ആളുകളെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ചെറിയ ഇഷ്യൂസ് വരുമ്പോഴും നമ്മൾ ഡൗൺ ആവുകയും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമ്മളെ റിലേഷൻഷിപ്പ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴേ നമ്മളെ മക്കൾ നന്നായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാർട്ട്ണർക്ക് സമയം കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി വെൽബീയിങ് ആയിരിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചാൽ, ഇന്ന് വാലന്റൈൻസ് ഡേക്ക് നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു, അതിൽ ചില ആളുകൾക്ക് ട്രിഗർ അടിക്കുന്നുണ്ട്, ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസത്തെ
ഒട്ടും ഇഷ്ടമല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൽ അല്ലാത്തതും റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ടിരിക്കണം ആഗ്രഹിക്കാത്തവർക്കും, അല്ലെങ്കിൽ ഇനി തുടർന്നുകൊണ്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കടക്കാൻ നിൽക്കുന്ന ആളുകൾ, കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഏത് രീതിയിലുള്ള ആളുകളായിക്കോട്ടെ, ആദ്യം വേണ്ടത് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളുടെ വാലന്റൈൻ നമ്മളാവുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന, അതായത് ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു പാർട്ട്ണർ ഇല്ല, അല്ലെങ്കിൽ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിലും സ്വയം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, നമ്മുടെ ലൈഫിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ് റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അതൊക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടുപേരും അവിടെ ക്ഷമ ആവശ്യമാണ്, അവിടെ ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കണം, അവിടെ സ്നേഹം നല്ല അത്യാവശ്യമാണ്, അതുപോലെ അവിടെ അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്, അവിടെ ബാലൻസിങ് അത്യാവശ്യമാണ്. എല്ലാ തരത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവര് ചെയ്യട്ടെ, ഇവര് പറയട്ടെ, അവരെന്നെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഓരോരുത്തരെ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല്, ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവരെന്നെ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. നമ്മളെ ആഗ്രഹങ്ങൾ ഇതാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്, ഇന്ന രീതിയിലാണ് എനിക്ക് ആവശ്യങ്ങൾ, എനിക്ക് ഈ രീതിയിൽ കൊണ്ടുപോകണ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ, എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണ്ട, അതൊക്കെ ഓരോ ചോയ്സസ് ആണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ മറ്റുള്ളവരത് കണ്ടിട്ടല്ല നമ്മൾ നമ്മളെ ഇഷ്ടങ്ങളോ നമ്മളെ പാഷനുകളോ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് നമ്മളുടേതായ ഇഷ്ടങ്ങളും നമുക്ക് നമ്മളുടേതായ യുണീക്ക് പോയിന്റുകളും ഉണ്ട്. അപ്പോൾ ലൈഫിൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പാർട്ട്ണർ ചൂസൺ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മള് ലൈഫിൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയുള്ള പാർട്ട്ണർ കിട്ടിക്കൊള്ളും. പക്ഷേ രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടും രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടും രണ്ടുപേരുടെ ആ നിലനിൽപ്പ് സ്മൂത്ത് ആയി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ അവരിൽ നിന്നുണ്ടാകുന്ന മക്കളായിക്കോട്ടെ അടിപൊളിയായിട്ട് അവർക്കൊരു മെന്റൽ സ്ട്രെങ്ത് ആയിട്ട് പാരന്റ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയും അടിപൊളിയായിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയാനുള്ളത്, രണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഭർത്താവ് ഭർത്താവിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, ഭാര്യ ഭാര്യയെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. എന്നാലാണ് ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് അടിപൊളി. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരായിക്കോട്ടെ, പാർട്ട്ണർ ഇല്ലാത്ത ആളായിക്കോട്ടെ, ഏജ് കുറഞ്ഞ ആളായിക്കോട്ടെ, ഏജ് കൂടിയ ആളായിക്കോട്ടെ, അപ്പൊ ഏത് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സെൽഫിനെ നിങ്ങൾ എന്ന് വാലന്റൈൻ ആക്കുന്നു, എന്ന് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നു, അന്ന് മുതലാണ് നിങ്ങൾക്ക് നിങ്ങളെ റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സ്നേഹം പകർത്തു കൊടുക്കാനും പകർന്നു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ്. നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അറിവ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ തന്നെ അതിൽ വീക്കാണ്, നമ്മൾ തന്നെ അതിൽ പിശുക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്നേഹം കൊടുക്കാൻ കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അധികം ഇഷ്യൂസ് പറയുന്ന ആളുകള് അവര് സെൽഫിന് അത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും അവർ ഇന്ന രീതിയിൽ പരിഗണിക്കണം, പാർട്ട്ണർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരത് എടുക്കുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് അവർക്കറിയില്ല, രണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരാളുടെ ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണെന്ന് മറ്റൊരാൾക്ക് നോക്കിക്കൊണ്ടൊന്നും പറ്റൂല. ഐ മീൻ അവര് ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിലും ഒരാളുടെ ഇമോഷൻസും ഫീലിങ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് മറ്റൊരാൾക്ക്, നമ്മൾക്കല്ലാതെ നമ്മളുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനോ, അതല്ലാതെ അതിനു വേണ്ടി നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിന്ന് തരാം. പക്ഷെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിന് കഴിയണം. അപ്പൊ അവര് ഇന്ന രീതിയിൽ പെരുമാറണം, ഇന്ന രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാല് അതൊരിക്കലും സ്വാഭാവികമായിട്ട് നടക്കൂല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ പറയില്ലേ, നമ്മൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ മറ്റൊരാളത് കണ്ട് നമ്മളത് വിലയിരുത്തും, അവരിതൊക്കെ അത്ര അടിപൊളിയാണ്, എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ഒക്കെ ഗിഫ്റ്റ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ, അവരെന്നെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഓരൊക്കെ കണ്ടില്ലേ, ഓരങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻസുകൾ വരും. ഇന്നത്തെ ദിവസം ഒരുപാട് പേര് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും.
ഇരിക്കുന്നുണ്ടാവും. അതുപോലെ ഒരുപാട് പേര് സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നമ്മൾക്ക് പരാതി പറയേണ്ടി വരില്ല. അവരെന്നെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല, ഇന്ന രീതിയിൽ. നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സെൽഫ് വാല്യൂ, സെൽഫ് വർത്ത്, സെൽഫ് ലവ് ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അത്തരത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യാതൊരു പരാതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്താലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യണം. ഇവൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മളെ പാർട്ട്ണർ, നമ്മളെ പാരന്റ്സ് ഇവരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യണം, കുട്ടിയെ പോലെ നോക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം ആദ്യം നിങ്ങൾ നിങ്ങളിലേക്ക് സ്നേഹം കൊടുത്ത് നിറച്ചു കഴിഞ്ഞാലേ നമുക്ക് അവിടെ ഒരു പരാതി ഉണ്ടാവില്ല. ഇന്ന രീതിയിലാക്കണം, ഈ രീതിയിൽ സ്നേഹിക്കണം, ഈ ഗിഫ്റ്റ് തന്നാൽ ഞാൻ ഹാപ്പി ആവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടികളും എന്താ ഇപ്പോ വളർന്നു വരുമ്പോൾ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നത് പോലും പല ഇന്റൻഷനിലൂടെയാണ്. ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും ഇന്ന കാര്യങ്ങൾ പൊസിഷൻ ചെയ്യാനൊക്കെയാണ് ചില ആളുകൾ കല്യാണം പോലും കഴിക്കുന്നത്. ഞാൻ പറയണത് ഹലാലായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തെറ്റായി പറയുന്നവരുണ്ടാവാം, ശരിയായി പറയുന്ന ഇതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഹലാലായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അതിലും ഇൻഡിവിജ്വൽ ആയിട്ട് അവനവനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് ഏതൊരാളെയും അക്സെപ്റ്റ് ചെയ്യാനും അവർ കടന്നു പോകുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറ്റാച്ച്മെന്റ് അല്ല അവിടെ വേണ്ടത്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ കണക്ഷൻ ആണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ വീഡിയോ കേൾക്കുമ്പോൾ പല ആളുകൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ എന്ത് കാരണമാണ് വരുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ പറയും പൊസസീവ്നെസ് എന്നൊക്കെ, ഇന്ന രീതിയിലാവണം, ഈ രീതിയിലാവണം, ഈ സമയം ഇങ്ങനെയാണ്. ഇതായത് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായിരിക്കും ഓരോരുത്തരുടെ മനസ്സിൽ. അപ്പൊ ഇത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ആ വിഷമങ്ങളും ആ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട വിള്ളലുകളും നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്യുക തന്നെ വേണം. അതിനാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളിടത്താണ് നമുക്ക് മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് നടക്കുള്ളൂ. ഒരാൾ ഏത് രീതിയിലൂടെയാണ് പോകുന്നത് എന്ന കാര്യങ്ങൾ. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ ബന്ധം പുതുക്കാൻ പറ്റും പല രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെസ്റ്റ് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് അവിടെ കൂടുതൽ അത് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പല റിലേഷൻഷിപ്പ് ഇഷ്യൂസിലും ഫേസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കേണ്ടത് ഇതാണ് എൻ്റെ, അതുപോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല, അവര് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകള് അവര് ഇങ്ങോട്ട് എന്ത് തരുന്നത് എന്നതിന് അപ്പുറം നമ്മൾ നമ്മളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അവിടെ ഒരുപാട് കാര്യങ്ങൾ, അതല്ലാതെ ഈ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമ്മളെ എപ്പോഴും പരാതിയായിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു പാർട്ട്ണർക്ക് നമ്മളെ പാർട്ട്ണറെ ഫുൾഫിൽ ചെയ്യാൻ കഴിയൂല. കാരണം നമ്മളെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾക്കല്ലാതെ വേറൊരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മളെ പാരൻസിനായിക്കോട്ടെ, നമ്മളെ പാർട്ട്ണർക്കായിക്കോട്ടെ, ഇവർക്കൊന്നും നമ്മളെ ആഗ്രഹങ്ങൾ കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല. ഇപ്പൊ ഒരു ആഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഗ്രഹം വരും. ഈ ആഗ്രഹം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം. എന്ത് കാര്യം അപ്ഡേറ്റഡ്, ഇപ്പൊ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണ്ട് നിങ്ങൾക്കുണ്ടായ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആഗ്രഹങ്ങളൊക്കെ ചെറിയത്, ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ ഒന്നുകൂടി വലുത്. അപ്പോ പണ്ട് നമ്മൾ വിചാരിച്ച കാര്യം ഇവിടേക്കൊന്നും എത്തിപ്പെടൂല, ഇതൊന്നും എനിക്കുള്ളതല്ല ചിന്തിച്ച കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇനി അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ, ഇനിയുള്ള ആഗ്രഹങ്ങൾ ചിന്തിക്കുമ്പോൾ അയ്യോ അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എത്തിപ്പെടും. പക്ഷേ അതൊക്കെ നമ്മൾ എത്തിപ്പെടാം, ഈ ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന പോലെ തന്നെ അത് അതിനൊരു അറ്റം ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഒരു അറ്റമില്ല, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അറ്റമില്ല എന്ന് പറയുന്ന പോലെ നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ മറ്റൊരാൾക്കും സാധിക്കൂല. അത് ഈവൻ പാർട്ട്ണർക്ക് പോലും, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന പാർട്ട്ണർ ആയിക്കോട്ടെ, ഏറ്റവും സ്നേഹിക്കുന്ന പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മളെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് സാധിക്കൂല. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കൂടെ നിങ്ങളെ സെൽഫിന്റെ കൂടെ ആദ്യം നിങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾക്ക് നമ്മൾ തന്നെയാണ്.
അപ്പോഴാണ് നിങ്ങളെ പാർട്ട്ണർ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും നിങ്ങളെ പാർട്ട്ണർക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കാനും നിങ്ങൾ ഏത് രീതിയിൽ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ സ്നേഹം നിറക്കണം. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ കഴിവുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളെ കുറവുകളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്കൊക്കെ മനുഷ്യനാണ്, ഒരാളും പെർഫെക്റ്റ് അല്ല. ഈ എന്നെ കാണുന്ന നിങ്ങളും നിങ്ങളെ കാണുന്ന ഞാനും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. നമ്മളെ ഇംപെർഫെക്റ്റും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക പറഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് വേർഷന്, നമ്മളെ ബെസ്റ്റ് സെൽഫിനെ മാത്രമല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിലുള്ള ബെസ്റ്റ് ക്യാരക്ടർ, ബെസ്റ്റ് ബിഹേവിയർ ഇത് മാത്രമല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് കുറവുകളുണ്ട്, കഴിവും. കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കൂടിയാണ് നമുക്ക് ആ കുറവുകളിൽ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അതിൽ ചേഞ്ചസ് ഒരിക്കലും കൊണ്ടുവരുത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടോ, പൂർണ്ണമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടാവാം, കഴിവുകൾ ഉണ്ടാവാം. കഴിവുകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറവുകളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഈ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ മാറിയാൽ നമ്മളെ പാർട്ട്ണറും ആളും നമ്മളെ ചുറ്റുമുള്ള ആളുകളൊക്കെ ടോട്ടലി മാറും. സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിന്റെ കൂടെ നിൽക്കുന്നില്ല, അതിന്റെ ആഗ്രഹങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ത്രെഡ് തരാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ സെൽഫിന് എത്രത്തോളം ടൈം കൊടുക്കുന്നു, നിങ്ങൾ സെൽഫിന് എത്രത്തോളം ലവ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ലൈഫിൽ അടിപൊളിയാക്കി കൊണ്ടുപോകാൻ പറ്റും. ഈവൻ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, നിങ്ങളെ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിലും, നിങ്ങളെ ഇൻഡിവിജ്വൽ പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ ഇൻഡിവിജ്വാലിറ്റിയെ നിങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കഴിവുകളെയും കുറവുകളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് യാതൊരു പരാതി ഉണ്ടാവില്ല. ഇവർ സ്നേഹിക്കുന്നില്ല, ഇവർ അംഗീകരിക്കുന്നില്ല, അവരിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പരിഗണന നൽകുന്നില്ല എന്നുള്ള പരാതിയൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ ചുറ്റുള്ള ആളുകൾക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഇതിൽ പല ആളുകളും സ്വയം ബ്ലെയിം ചെയ്യുന്ന ആളുകൾ, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ സ്വയത്തെ തന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളെ ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുക. നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചുറ്റുമുള്ള ആരും നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, നമ്മളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം. അപ്പോ ഇന്നത്തെ ഈ 2025 ഫെബ്രുവരി 14 നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിന് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ അടിപൊളിയാക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, രണ്ടുപേരും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി അത്രയും കണക്റ്റഡ് ആവണം എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഇപ്പോ ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ, ഭാര്യ ഭർത്താവിനെ സ്നേഹം കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യം സ്വയത്തെ അംഗീകരിച്ച് സ്വയത്തിന് സ്നേഹം കൊടുക്കുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയത്തെ അംഗീകരിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് അംഗീകരിച്ച് തുടങ്ങാം. നമ്മളെ കഴിവുകളെയും കുറവുകളെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ റിലേഷൻഷിപ്പിന്റെ വിള്ളലുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമ്മൾക്ക് കൊടുക്കുക. കെയറും സപ്പോർട്ടും, നമ്മളെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് നമ്മളെ സ്നേഹിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ കെയർ ചെയ്യും. നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ ആദ്യം നമ്മളെ മനസ്സിൽ നിന്നാണ് അത് തുടരേണ്ടത്. അതല്ലാതെ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവര് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തുടരെ അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മളെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും മുന്നോട്ട് പോകൂല. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ വാലന്റൈൻസ് ഡേക്ക് ഉള്ള ഒരു ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ള്. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. അങ്ങനെ നമ്മൾ നമ്മളെ അംഗീകരിക്കുമ്പോഴാണ്, നമ്മൾ നമ്മളിൽ സ്നേഹം നിറക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുള്ള ആളുകൾക്ക് സ്നേഹം നിറക്കാൻ ഇപ്പോ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൈഫിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കുക, നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ട് സ്നേഹിക്കുക, എപ്പോഴും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി
ജീവിക്കുക എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കില് നമ്മൾക്ക് സ്നേഹം നൽകണം, സ്നേഹം കൊടുക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളെ പാർട്ട്ണറുടെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരുടെയും വളർച്ചയാണ് ആ ഒരു ഡിവൈൻ പോസിബിലിറ്റീസ് വരെ അവിടെ ലഭിക്കുള്ളൂ. രണ്ടുപേരും വളരണം. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ തളർന്നു പോവാനോ ഒരാളുടെ വളർച്ച മാത്രം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ അടിപൊളിയല്ല. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പൂവ് പോലെ, അതൊരു പൂന്തോട്ടം പോലെ വളരേണ്ടതാണ്. അതിൽ വരുന്ന മക്കളുകളായിക്കോട്ടെ, ആ റിലേഷൻഷിപ്പ് കാരണം ഉണ്ടാകുന്ന ഫാമിലി ടോട്ടലി, ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായി കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാവുന്ന മക്കളായിക്കോട്ടെ, ആ കുടുംബം തന്നെ അടിപൊളിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങള് ഇന്നത്തെ കാലത്ത് പാർട്ട്ണറുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ കേസിലൊക്കെ, ആൺകുട്ടികളുടെ കേസിലും പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്, പെൺകുട്ടികളും ബിസിനസ് കരിയർ എന്താ പഠനം കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഗ്രോത്തിന് രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ സപ്പോർട്ട് ഇല്ലാത്തടത്തോളം കാലം ഒരാൾ വളരുകയും ഒരാൾ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെയും വളർച്ചയിൽ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മള് നിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പാരന്റ്സും ചിലപ്പോൾ ചോദിക്കാറുണ്ടാവില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഹാപ്പിയാണ് ഈ രീതിയിലാണെന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ പല ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പാരന്റ്സിനോടായിക്കോട്ടെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹസ്ബൻഡ് നോക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാർ നോക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആത്മഹത്യ ആയിക്കോട്ടെ, പല ഇഷ്യൂസുകളും നേരിടും. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ കുറവുകൾ നന്നായിട്ട് നേരിടുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂ കാരണം ഫേസ് ചെയ്യുന്ന മക്കളായിക്കോട്ടെ, അത് പാരന്റ്സിന്റെ ഇടയിലായിക്കോട്ടെ, ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന്റെ കുറവ് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ട്, എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പാർട്ട്ണർ എന്ന നിലയിൽ നമ്മുടെ കൂടെ ആരാണ് ഉള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ ആരാണ് ഉള്ളത്, അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യം. റിലേഷൻഷിപ്പിന്റെ നെടുതൂണ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ തളർന്നു പോകുന്നത് രണ്ടുപേരുടെ ജീവിതമാണ് അവിടെ തളർന്നു പോകുന്നത്. കമ്മ്യൂണിക്കേഷനും ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യാത്ത ചില ആളുകൾക്ക് നന്നായിട്ട് സ്നേഹമുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാം. എക്സ് ലവ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാത്തിടത്തോളം കാലം അതിനൊരു എക്സ്പ്രസ് ചെയ്യാത്ത ലവ് എന്ന് പറയുന്നത് അതുകൊണ്ട് യാതൊരു കാര്യവും ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അത് പ്രായമായ ആളുകളായിക്കോട്ടെ, അവർക്കുണ്ട് വാലന്റൈൻസ് ഡേ. പ്രേമിക്കുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടിരിക്കുന്നവർക്ക് മാത്രം എന്നുള്ളത് മാത്രമല്ല, പ്രായമായിരിക്കും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഇന്നൊരു ഓർമ്മപ്പെടുത്തലാണ്, സ്നേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇതിനൊരു പ്രത്യേകിച്ച് ദിവസമൊന്നും വേണമെന്നില്ല. നമുക്ക് എല്ലാ ദിവസവും നമ്മളുടെ ലൈഫിൽ വാലന്റൈൻസ് ഡേ ആക്കി മാറ്റാൻ പറ്റും. എന്നും സ്നേഹത്തിൽ ചേർന്നിരിക്കുന്നവർക്ക് എന്നും വാലന്റൈൻസ് ഡേ ആണ്. അതിനൊരു പ്രത്യേക ഡേറ്റോ പ്രത്യേക ഒരു കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പാർട്ട്ണറുടെ ഇമോഷൻസും പാർട്ട്ണറിന്റെ കൂടെ ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഭയങ്കര വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, നിങ്ങൾ ഭയങ്കര സാഡാണ്, നിങ്ങൾക്കൊന്നും ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല, ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറും കൂടിയാണ് അവിടെ തകർന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സെൽഫിന് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കണോ അത്രത്തോളം നമുക്ക് റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ രണ്ടും ഇൻഡിവിജ്വാലിറ്റി ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള വീടുകളിൽ വളർന്നു വന്നിട്ടുള്ള മക്കളാണ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ളതിൽ വളർന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ വിഡ്ഢിത്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അവർ മിണ്ടട്ടെ, അവർ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയാന്നുള്ള ഈഗോ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിലെ വിള്ളലുകളാണ് അത് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാതെ അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് നമ്മളെ പാർട്ട്നേഴ്സിനെ ലവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളൊക്കെ റിലേഷൻഷിപ്പ് അടിപൊളിയാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ത് എന്നുള്ളതല്ല, അങ്ങോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്
പ്യുവർ ആയിക്കാണ്ട് യാതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാലേ നമ്മളുടെ റിലേഷൻഷിപ്പ് പതിയെ പതിയെ ഫ്ലറിഷ് ചെയ്യല തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ എക്സ്പെക്ടേഷനിലൂടെയാണ് സ്നേഹം കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് എക്സ്പെക്ടേഷൻ ആണ് വലുത്. എക്സ്പെക്ടേഷനിലൂടെയാണ്, കാരണം അവരെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട, എന്നെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചില ആളുകൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, ചില ആളുകൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും. പല ആളുകളും സങ്കടപ്പെടാൻ കാരണം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മളെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ അവിടെ കമ്പയർ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പായി നമ്മളെ കമ്പയർ ചെയ്യാനേ പാടില്ല. കാരണം അവര് വളർന്നു വരുന്നതും അവരുടെ സന്തോഷം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ അവരെക്കാൾ അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് രണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക ആദ്യം. അതുപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിനെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. കഴിവുകളും കുറവുകളും നമ്മളെ പോലെ തന്നെ നമ്മളെ പാർട്ട്ണർക്കും ഉണ്ടാവും. കുറവുകൾ ഉണ്ടാവാം, മനുഷ്യനാണ്, കുറവുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കഴിവുകൾ ഉണ്ടാവും. കഴിവുകൾ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക, ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടുപേരും പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്ത് കഴിവുകളും കുറവുകളൊക്കെ രണ്ടുപേരും പരസ്പരം അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നന്നായിട്ട്. വേറെ നമ്മളിപ്പോ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയണത് ഒരു റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യം അഡ്ജസ്റ്റ്മെന്റ്. കാരണം രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണ്. അപ്പൊ അവര് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ടൈം ആയിക്കോട്ടെ, അപ്പോ നമ്മള് അതായത് ലോങ് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ രണ്ടുപേരും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പ് അവിടെ അടിപൊളിയായിട്ട് പോകുന്നത്. അപ്പോ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ സെൽഫിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നത്, സെൽഫിനെ എത്രത്തോളം ലവ് ചെയ്യുന്നത്, അത്രത്തോളാണ് നമ്മൾ പാർട്ട്ണറെയും നമുക്ക് സ്നേഹിക്കാനും പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മള് അതുപോലെ സ്നേഹത്തിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള സ്നേഹത്തിൽ നിന്നാണ് മക്കൾ വളരുന്നത്. അപ്പൊ ആ മക്കളും അടിപൊളിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം നമ്മളെ മക്കളെ. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര ഷെയിമും ഭയങ്കര ഗിൽറ്റ് ഫീലിംഗും ഒക്കെ, അതുപോലെ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയിലുള്ള ഇപ്പോ ഫാദർ ഫിഗർ, മദർ ഫിഗർ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാത്ത ലവ് ആണ് എന്നുണ്ടെങ്കിൽ ആ മക്കൾക്കും അത്തരത്തിലുള്ള ലവ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം സ്നേഹിച്ച് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹം കാണിച്ചു കൊടുക്കുക. അതായത് എക്സ്പ്രസ് ചെയ്യുന്ന ലവ് തന്നെ നമ്മൾ വീട്ടിലായിക്കോട്ടെ, അത് വിചാരിച്ച് നമ്മളെ എല്ലായിടത്തും പോയി എക്സ്പ്രസ് ചെയ്യണമെന്നല്ല. മക്കളെ കാണിച്ചുകൊണ്ട് സ്നേഹിക്കുക, മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുക. നമ്മളെ മക്കളും പഠിക്കണം സ്നേഹം, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ നമ്മളെ മക്കളും പഠിച്ചിരിക്കണം. അത് പഠിക്കല് കുടുംബ ബന്ധത്തിൽ വളരുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് ഒരു മക്കളെ വളർത്തുന്നത്. ആ ഒരു മകനെ അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ അവര് ലൈഫ് അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ അവര് സ്റ്റാർട്ടിങ്, അതായത് ഒരു ഉമ്മയുടെ ഗർഭപാത്രം മുതൽ ആ കുട്ടിയുടെ വളർച്ച തുടങ്ങുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽ അവര് സ്നേഹം കണ്ടു തുടങ്ങണം. ഒരു യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഉമ്മയുടെ സ്നേഹം നമ്മളെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ആ സ്നേഹം അന്ന് മുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് യഥാർത്ഥ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാരന്റ്സ് അതായത് ആ റിലേഷൻഷിപ്പിലുള്ള ഉമ്മയും വാപ്പയും അത്ര അടിപൊളിയായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നവരാവണം, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകളാവണം എന്നുള്ളതാണ്. അപ്പോഴാണ് വളർന്നു വരുമ്പോഴും ആ കുട്ടിക്ക് സ്നേഹത്തിന്റെ മൂല്യം, റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഒക്കെ മനസ്സിലാകാൻ കഴിയുള്ളൂ. അപ്പോ നിങ്ങൾ ഇത് കാണുന്ന ഏതൊരാളായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മകനായിക്കോട്ടെ, ഫാദർ ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അത് മക്കളോടായിക്കോട്ടെ, ഏത് ആരോടാണെങ്കിലും നിങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല, അത് എക്സ്പ്രസ് ചെയ്യണം. പ്രത്യേകിച്ച് പാർട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്തോടത്തോളം കാലം അതിന് യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുള്ള ഉള്ളിലുള്ള സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യുക. നമ്മളെ മക്കളും കാണട്ടെ, നമ്മളെ ചുറ്റുപാടും അംഗീകരിക്കട്ടെ നമ്മളെ സ്നേഹം അടിപൊളിയാണെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓരോ ത്രെഡാണ് ഞാൻ ഇട്ട് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങള് ഗിഫ്റ്റ് കൊടുക്കുന്നതായിക്കോട്ടെ,
അതിപ്പോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇതിപ്പോ ഇന്നത്തെ ദിവസം വരണമെന്നൊന്നുമില്ല. നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവാം, ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെ ആയിരിക്കാം. ഏത് രീതിയിൽ നമുക്ക് ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ പാർട്ട്ണറെ ടേക്ക് കെയർ ചെയ്യുക. ചെറിയ കുട്ടിയെ പോലെ പരിപാലിക്കുക രണ്ടുപേരും. അതിപ്പോ എന്താ ഹസ്ബൻഡ് വൈഫിനെ ആയിക്കോട്ടെ, വൈഫ് ഹസ്ബൻഡിനായിക്കോട്ടെ, പരസ്പരം കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അധിക റിലേഷൻഷിപ്പിലും എന്താണെന്ന് വെച്ചാൽ കുട്ടിയായി കഴിഞ്ഞാൽ കൂടുതൽ പരിഗണന കുട്ടിക്കായിരിക്കും. അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ പാർട്ട്ണർ കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ട്ണറെ ചേർത്ത് പിടിക്കുന്ന പോലത്തെ, മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ പാർട്ട്ണറെ ചേർത്ത് പിടിക്കണം. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കണം, അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ്. നിന്റെ അവസ്ഥ എന്താണ്, നീ ഏത് രീതിയിലാണ് പോകുന്നത്, നീ ഓക്കെ അല്ലേ, നീ അതായത് എന്റെ ഈ ക്യാരക്ടർ നിനക്ക് ഇഷ്ടാവുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയാണോ. നമ്മളുടെ ഒപ്പീനിയൻസും നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിയേണ്ടത് ആദ്യം പ്രയോറിറ്റി നമ്മളെ അതായത് സെൽഫ് സാറ്റിസ്ഫൈ ആവണല്ലോ. സെൽഫ് സാറ്റിസ്ഫൈ ആവുന്നതിനപ്പുറം ആ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ട്ണറോടും കൂടി ചേർത്തിരുത്തിട്ട് ആ ഒരു ഫാമിലി വളരണം എന്നുണ്ടെങ്കിൽ, ഫാമിലി അടിപൊളിയായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി സെൽഫിന് കൊടുത്ത് ആ പ്രയോറിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ലവ് എക്സ്പ്രസ് ചെയ്യുക. ഉള്ളിൽ വെച്ചോണ്ടിരിക്കേണ്ടതല്ല ലവ് എന്നുള്ളത്. അപ്പോ എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ സ്നേഹം എല്ലാവരിലും കൊടുക്കുക. അത് വീട്ടിലുള്ള ആരോടും ആയിക്കോട്ടെ ലവ് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളെ പാർട്ട്ണറെ, നിങ്ങൾ വളരുന്നതോട് കൂടി നിങ്ങളെ പാർട്ട്ണറെയും വളർത്താൻ അനുവദിക്കുക. അതുപോലെ എന്താ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വളർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരാൾ മാത്രം വളർന്ന് മറ്റൊരാള് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ മാറി നിന്ന് രണ്ടുപേരും ഒരുമിച്ച് വളരുക. അതാണല്ലോ ഒരു റിലേഷൻഷിപ്പ് അത്രയും അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വളരണം. അത് ഈഗോ സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളെക്കാൾ ഒരാൾ വളരണം എന്നൊന്നും ഉദ്ദേശത്തോടെയല്ല. രണ്ടുപേരും ഒരുപോലെ വളരുമ്പോൾ അവിടെ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കും. ഇവിടെ ഒരാൾ മാത്രം ഒരാൾ താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾ സങ്കടത്തിലാണ്. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, മുന്നോട്ട് പോകാൻ അവർക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് അടിപൊളിയായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ള സ്നേഹം പുറത്ത് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ മക്കളെയും അതുപോലെ ട്രീറ്റ് ചെയ്യുക. നമ്മളിലുള്ള സ്നേഹം മക്കൾക്കും കാണിച്ചു കൊടുക്കുക. ഈ രീതിയിലാണ് റിലേഷൻഷിപ്പിന്റെ വാല്യൂ, ഇമ്പോർട്ടൻസ് നമ്മളിലൂടെ നമ്മളെ മക്കൾ അതൊരു നമ്മളെ തന്നെ റോൾ മോഡൽ ആക്കി എടുക്കണം. സ്നേഹത്തിന്റെ റോൾ മോഡൽ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ് എന്ന് പറയണം നമ്മളെ മക്കള്. ആ തരത്തില് നമ്മളുടെ സ്നേഹം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വർദ്ധിപ്പിക്കുക. നിങ്ങളെ സ്നേഹം എപ്പോഴും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വാലന്റൈൻസ് ഡേയിൽ എല്ലാവർക്കും ഒരു ബിഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളെ സ്നേഹം നിങ്ങളെ ഉള്ളിൽ നിറക്കുക. ആ സ്നേഹം അതുപോലെ തന്നെ നിങ്ങളെ ഉള്ളിൽ നിറക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പുറത്തേക്ക്, കാരണം നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും ബാക്കിയുള്ള ആളുകൾക്ക് സ്നേഹം കൊടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വയത്തെ നന്നായിട്ട് അംഗീകരിക്കുക. കഴിവുകളെയും കുറവുകളെയും അംഗീകരിച്ച് നമ്മളെ സ്വയത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ പാർട്ട്ണറെയും നമ്മളെ ഫാമിലിയുള്ള ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നത്തെ ദിവസം ആര് വാലന്റൈൻ ആയി എടുത്തു കഴിഞ്ഞാലും അവരെ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്ന പറഞ്ഞാലേ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് അവരെ നമുക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാക്കിയിട്ട് എല്ലാവരെയും ഒന്ന്, അതായത് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ നിമിഷം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾ സന്തോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. ലൈഫിനെ നിങ്ങൾ നോക്കി കാണേണ്ടത് ഒരിക്കലും ഹാർഡ് ആയിട്ടല്ല, ജസ്റ്റ് ഫണ്ണി ആയിട്ട് ലൈഫിൽ നോക്കി കാണണം. എല്ലാം ഒരു, അതായത് ആ ഫ്ലോയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ലൈഫിനെ അതുപോലെ നോക്കി കാണാൻ പറ്റണം. ലൈഫിന്റെ ഫ്ലോ കിട്ടൽ എങ്ങനെയാ, നമ്മൾ ആ ഫ്ലോയോട് കൂടി ഒരുമിച്ച് ഒഴുകി പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ അവിടെ എന്താ ഉള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ പിശുക്ക് കാണിച്ച് അതുപോലെ നമ്മൾക്കുള്ള ഇൻസെക്യൂരിറ്റീസുമായി നമ്മളിങ്ങനെ എനിക്കിതില്ല എന്റെ കാര്യങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈഫിന്റെ ഫ്ലോ കിട്ടൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് ഒരാളിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ സ്നേഹിക്കുക. സ്വയത്തെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതിപ്പോ ഏത് ബന്ധങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുക. നിങ്ങളെ സെൽഫിനെ നിങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സ്വയത്തെ ഒന്ന് അംഗീകരിച്ച് തുടങ്ങുക. അപ്പോ ഇന്നത്തെ
വാലന്റൈൻസ് ഡേ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ആ, സ്വയത്തെ സ്നേഹിക്കുക. അതുപോലെ നിങ്ങളെ പാർട്ട്ണറെയും നിങ്ങളെ വളർച്ചയുടെ കൂടെ അവരെയും കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഒരു മെസ്സേജ് പാസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇത്രയും നേരം നിങ്ങളുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന്. അതുപോലെ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ നമ്മൾ ഇന്നത്തെ ഈ വാലന്റൈൻസ് ഡേ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ നിങ്ങളെ വാലന്റൈൻ ആയിട്ട് ആരെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അവർക്കും ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.